வரக்கூடியவங்க வந்து அந்த வெப்சைட்டில் போயிட்டு உங்கள் பேர் ஆதார் நம்பர் இந்த டீட்டெயில்ஸ் மட்டும் என்ட்ரு பண்ணிட்டா ഓട്ടോമാറ്റിക്കാകவே ഒരു ഐഡി வந்து ഇതാകും ക്രിയേറ്റ് ആകും. നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ കയറി ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടു. ഇതാണ് ഇവിടുത്തെ പൂക്കൾ. ഓക്കെ, ഇവിടെ പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാറ് അവിടുന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ എല്ലാം ആക്റ്റീവാണ്. എല്ലാ വെറൈറ്റീസ് ഓഫ് പൂക്കളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതിന് മുമ്പിലേക്കുള്ള കാഴ്ച കണ്ടോ ഗൈസ്, അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇതാണ് ഗാർഡൻ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതാണ്. ഇപ്പോൾ കൊറോണ മാത്രമില്ലായിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നൊരു സ്ഥലമായിരിക്കും ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ. ഓക്കെ, ബൊട്ടാനിക്കൽ ഗാർഡൻ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു പാർക്കാണ്. ഊട്ടിയിൽ വരുന്നവരൊക്കെ ആദ്യമായിട്ട് ഓടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നൊരു സ്ഥലമാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ഹായ് ഗൈസ്, ഊട്ടിയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലെ ചേരിങ് ക്രോസ് എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ്. ഞാനിപ്പോൾ അതവിടെ HIDPൻ്റെ മറ്റേ ടൂറിസം ഇൻഫർമേഷൻ സെൻറ്ററിൽ വന്നു. നമ്മുടെ ടൂറിസത്തിൻ്റെ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇ പാസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എങ്ങനെയാണ് പിന്നെ ഇപ്പോൾ പ്രവർത്തിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതിന് മേലെ വേറൊരു വലിയൊരു ഹെഡ് ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡനിലെ വിശേഷങ്ങളും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമുക്ക് തരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ടൂറിസം ഓഫീസിൻ്റെ കെട്ടിടത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഊട്ടിയിൽ ചേരിങ് ക്രോസ് ജംഗ്ഷനിലെ മേലെ ഒരു കയറ്റത്തുള്ള ഒരു ഓഫീസാണ്. നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് ടൂറിസത്തിൻ്റെ എന്താണ് ഇനി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം. അതായത് പുറത്തുനിന്നുള്ള വിസിറ്റേഴ്സിന് എങ്ങനെ അലൗഡ് ഉണ്ടോ ഇല്ല എന്നുള്ളതിനൊക്കെ കുറിച്ചൊക്കെ അന്വേഷിക്കാം. എന്തൊക്കെ പ്രൊസീജിയർ എന്ന് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ടൂറിസം ആ ഓഫീസ് പോയല്ലോ. അപ്പോൾ ആ ഓഫീസ് വർക്കിങ്ങിൽ അവിടെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ പുതിയ ഓഫീസ് ഇപ്പോൾ കുറച്ച് തൊട്ടിപ്പുറത്താണ്. അതായത് ഇവിടെ തമിഴ്നാട് ഹോട്ടൽ തമിഴ്നാട് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഹോട്ടലും അതുപോലെ തന്നെ കോട്ടേജ് ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥാപനമാണിത്. എല്ലാം ഉണ്ട് കേട്ടോ, ഇൻക്ലൂഡിങ് ബാർ എല്ലാം ഉള്ളൊരു ഹോട്ടലാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടോ, ഇവിടെ ഇത്രയും ഗസ്റ്റുകൾ വരുന്നുണ്ട്. ഇവിടെ വണ്ടികളുണ്ടോ, എല്ലാം ഗസ്റ്റുകളാണ്. അപ്പോൾ ഇതാണ് ഹോട്ടൽ തമിഴ്നാട്, സർക്കാരിൻ്റെ അണ്ടറിലുള്ളതാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ അണ്ടറിലുള്ളതാണ്. വിത്ത് ബാർ ഇൻക്ലൂഡിങ് പിന്നെ അക്കോമഡേഷൻ എല്ലാം ഉണ്ട്. ഹോട്ടൽ ആൻഡ് ഇതെല്ലാം ഉണ്ട്, കോട്ടേജസ് ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണ്. ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ കെട്ടിടം കണ്ടത്. ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഈച്ചക്കൂട്, എന്ത് സേഫ്റ്റിയാ. ബിൽഡിങ് വേണ്ടോ, ഈച്ചക്കൂട് ഇതിൽ കാണുന്നു, ക്യാമറയിൽ കാണുമെന്ന് അറിയില്ല. ഒരു 4-5 ഈച്ചക്കൂടുകൾ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. തേനീച്ചക്കൂട് ആണോ, തൂങ്ങി നിൽക്കണോ, തേനീച്ചക്കൂടാണ് അതൊക്കെ. അതാ ഇപ്പുറത്തും ഉണ്ട് തേനീച്ചക്കൂട്. ഇതൊക്കെ കോട്ടേജ്, ഇതൊക്കെ ഗസ്റ്റാണ് കേട്ടോ. ഗസ്റ്റുകൾ ഇവിടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇൻഫർമേഷൻ സെൻ്ററിൽ നിന്ന് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മുതൽ, അതായത് ഇന്നിപ്പോൾ ഡേറ്റ് എത്രയാണ്, ഇന്ന് ഡേറ്റ് എത്ര, ഇന്ന് 4-ാം തീയതി. ഇന്ന് മുതൽ ഇ പാസ്സിൽ കുറച്ചും കൂടി ഇളവ് വന്നിട്ടുണ്ട്. നമ്മൾ ഇ പാസ് ഇവിടുന്ന് ആദ്യം നമ്മൾ ഇ പാസ് അപ്ലൈ ചെയ്യുന്നതിൽ മാനുവലായിട്ട് ഇവിടുന്ന് കളക്ടറേറ്റിൽ നിന്ന് അപ്രൂവൽ ചെയ്യണമായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ ഒന്നുമില്ല, ഓൺലൈനിൽ ജസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് നമുക്ക്
പിന്നെ വരാൻ പറ്റും. ഇന്ന് മുതൽ കുറച്ചും കൂടി ഫ്രീ ആണ്. ഒരു 15 ദിവസം ആകുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് ഇവിടെ ബോട്ട് ഹൗസ് എല്ലാ സംഭവങ്ങളും ഇവിടെ ഓപ്പൺ ആവും. ഇപ്പോൾ ഈ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ ഡെസ്റ്റിനേഷനുകളെല്ലാം ഓപ്പണായി പ്രവർത്തിക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള കുറച്ച് ടൂറിസം മേഖലകളുണ്ട്, അതൊക്കെയാണ് ഇനി തുറക്കാനുള്ളതുള്ളൂ. വേറെ എല്ലാം ഓപ്പണാണ്. എല്ലാം ബാക്ക് ടു നോർമൽ, ഒക്കെ നോർമലാകുമ്പോഴാണ്. ഇവിടുത്തെ ഒരു കെട്ടിടം കണ്ടോ, അതൊരു സ്കൂൾ കെട്ടിടമാണ് കേട്ടോ. ബ്രിക്സ് മെമ്മോറിയൽ ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇത്. ഒരു പഴയ കെട്ടിടമാണ് കേട്ടോ. ഇതിപ്പോൾ സ്കൂളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അതിന് മെമ്മോറിയലായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂളായിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെയും ഒരു കെട്ടിടം കാണുന്നുണ്ടല്ലോ. ഇത് രണ്ടും ഇതിൻ്റെ കീഴിലുള്ളതാണ്. ശരിക്കും ഒരു എന്താ പറയുക, ഒരു പഴയ കാലത്തെ ആ ഒരു ഓർമ്മിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കെട്ടിടമാണ്. എന്താ വർഷങ്ങൾ പഴക്കമുണ്ടാവും എന്തായാലും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1874 മുതൽ 1974 വരെ ഇത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1800 മുതൽ 1900 വരെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്കൂൾ കെട്ടിടമായിരുന്നു ഇത്. നല്ല മഴ വരുന്നുണ്ട്. ഗാർഡൻ പോയാൽ അവിടെ പേരുണ്ട്. അവിടെ ബൈക്ക് നിർത്താം, എവിടെ നിർത്തും ബൈക്ക്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അതിൻ്റെ തൊട്ട് മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളിനി ഇതിൻ്റെ അകത്തേക്ക് പോവാം. ഇപ്പോൾ ഏകദേശം ഒക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്, നല്ല ടൂറിസ്റ്റൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ, ഇതിപ്പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഊട്ടിയിൽ വരുന്ന എല്ലാവരും ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ അതിൻ്റെ അടുത്ത സാഹചര്യം ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്നൊരു അതിൻ്റെ ഹെഡ് ഉണ്ട്. മൂപ്പരെ കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് ഈ ഗാർഡൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ തന്നെയാണ്. ഒക്കെ അതേ റേറ്റ് തന്നെയുണ്ട്. ഇവിടെ കുറച്ചൊരു 5 രൂപ 10 രൂപ കൂടുതലാണ്. 40 രൂപ അഡൽട്ട്സിനും 20 റുപ്പീസ് ചെറിയ കുട്ടികൾക്കും. പിന്നെ സ്റ്റിൽ ക്യാമറയ്ക്ക് 50 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 100 റുപ്പീസാണ് കൊടുത്ത് ചാർജ്. സോ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്ത് നമ്മുടെ ഇതിൻ്റെ അതോറിറ്റി, അതായത് മിസ്റ്റർ രാധാകൃഷ്ണൻ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഊട്ടിയിലുള്ള ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പല സംശയങ്ങളുണ്ട്. അതായത് ഈ പാസ് കിട്ടുന്നുണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ കുറേ പേർക്കുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതോറിറ്റി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. അദ്ദേഹം പറയുന്നത് ആണ് നമുക്ക് ഒരു ഇൻഫർമേഷൻ, ഇന്നത്തെ ഇൻഫർമേഷൻ. അപ്പോൾ சார் சொல்லுங்கள் சார், இப்போ வந்து கேரளாவிலேருந்து நிறைய பேர் வராங்க, இப்போ இது பார்க்குறதுக்கு வராங்க, ஃபோன் பண்ணி கேட்குறாங்க ஊட்டி போனால் பார்க்க முடியுமா என்னங்கிறது தகவல். இ பாஸ் வந்து ரெஜிஸ்ட்ரேஷனாக கிடைக்கிறது இல்லை. இ பாஸ் வந்து அப்ளை பண்ணாலும் வந்தால் கேரளா தாண்டி அந்த செக் போஸ்ட் வரும்போது இல்லைன்னு சொல்லிட்டு ரிட்டன் அனுப்பிச்சிடுறாங்க. அந்த மாதிரி இஷ்யூஸ் ஏதாவது இனிமேல் இருக்குமா? இல்லை, ஆக்சுவலாக அக்டோபர் மாதம் வரைக்கும் அந்த மாதிரி இஷ்யூஸ் இருந்துச்சு. இப்போ நவம்பர்லேருந்து இப்போ இ பாஸுக்கு பதிலாக இ ரெஜிஸ்ட்ரேஷன் அப்படிங்கிறத மாவட்ட நிர்வாகம் அறிவிச்சிருக்காங்க. இதில் என்ன பண்ணால் நீங்கள் வரக்கூடியவங்க வந்து அந்த வெப்சைட்டில் போயிட்டு உங்கள் பேர், ஆதார் நம்பர், இந்த டீட்டெயில்ஸ் மட்டும் என்ட்ரு பண்ணிட்டா ஆட்டோமேட்டிக்காகவே ஒரு ஐடி வந்து இதாகும், கிரியேட் ஆகும். அதை நீங்கள் காட்டிட்டு நீங்கள் அங்கே உள்ளே வந்துக்கலாம். இப்போ வந்து இந்த இனிமேல் வந்து எந்த ரெஸ்ட்ரிக்ஷனும் இல்லை. ஆமாம், அதனால் இப்போ எல்லா டூரிஸ்டும் வந்துடலாம். உங்கள் கார்டனை பொறுத்த வரைக்கும் பார்த்தீங்கன்னா நிறைய கேரளாவில் இருந்தால் நிறைய டூரிஸ்ட் வந்து எங்களுக்கு வர்றாங்க. அதனால் டூரிஸ்ட் வந்து ஃப்ரம் கேரளா வி ஆர் வெல்கமிங். எனி டைம் நீங்கள் வந்து இங்கே பார்க்கலாம். ஓகே. அப்புறம் வந்து இப்போது இங்கே இப்போ பொட்டானிக்கல் கார்டன் வந்து இப்போது 2-3 நாளாக ஆக்டிவேஷனில் இருக்குல்ல. இப்போ இங்கே இருக்கிற இந்த எல்லா அந்த வெரைட்டிஸ் இதெல்லாமே வந்து ஆக்டிவாக இருக்கா எப்படி? இப்போ வந்து நாங்கள் செகண்ட் சீசன் பார்த்தா செப்டம்பர், அக்டோபர்,
நவம்பர் 15 வரைக்கும் தேவையான அளவுக்கு அந்த மலர் வந்து ஃப்ளவரிங்கில் இருக்க வரைக்கும் நாங்கள் அந்த மாதிரி ரெடி பண்ணுவோம். இப்போ இந்த வருஷம் வந்து கரெக்டான மழை கிடைச்சதுனால இப்போ நவம்பர் மாதம் எண்டு வரைக்குமே அந்த ஃப்ளவர்ஸ் எல்லாமே நல்லா வந்துட்டு இருக்குது. அதாவது அந்த பெரிய மழை வந்தால் எல்லாம் அழுகி போகும், அந்த மாதிரிலாம் இல்லை. ஒரு சீரான தட்பவெப்ப நிலை இருக்கிறதுனால இங்கே இருக்க மலர்கள் எல்லாமே நல்லா அழகாக இருக்குது. நீங்களே பார்த்துருக்கலாம், உள்ள எல்லா இடமுமே பார்த்தீங்கன்னா மெயின் சீசனை விட அதிகப்படியான மலர்கள் வந்து நல்லா பூத்துருக்குது. இதை வந்து இப்போ சுற்றுலா பயணிகள் வந்து பார்க்கும்போது அவங்களுக்கு ரொம்ப மகிழ்ச்சியாக இருக்குது. அதே மாதிரி நம்ம வந்து கிளாஸ் ஹவுஸ்க்குள்ளேயும் பார்த்தீங்கன்னா நிறைய ஃப்ளவர்ஸ் வச்சுருக்கோம். இது வந்து நம்ம கார்டனில் இருக்கக்கூடிய அனைத்து கலெக்ஷன்ஸ் வந்து உள்ள ஒரே இடத்துல பார்க்குற மாதிரி வச்சுருக்கோம். இது வந்து எப்போவுமே ஃப்ளவரிங்கில் இருக்கும், ரேர் கலெக்ஷன்ஸ் வச்சுருக்கோம். இதை வந்து நீங்கள் வெளியே இருந்து எங்கே பார்க்க முடியாது. அது மாதிரி பூச்சியை சாப்பிட்ற பிளான்ட் கூட நாங்கள் உள்ளே இப்போ இன்ட்ரடியூஸ் பண்ணியிருக்கோம். அது மாதிரி ஆர்கிட்ஸ் வச்சுருக்கோம். இந்த மாதிரி நிறைய பிளான்ஸ் வச்சுருக்கோம். இது வெளியே வந்து பார்க்குறவங்களுக்கு ரொம்ப ஒரு இன்ட்ரெஸ்டிங்காக இருக்கும். ஓகே. இப்போ இங்கே வர விசிட்டர்ஸ்க்கு வந்து இந்த கொரோனா கோவிட் அந்த ப்ரிகாஷன்ஸ் ஏதாவது அவங்க கண்டிப்பாக ஃபாலோ பண்ண வேண்டியது இருக்கா? கண்டிப்பாக. இப்போ உள்ளே வரக்கூடிய டூரிஸ்ட்டை வந்து நாங்கள் உள்ளே வந்து தெர்மல் ஸ்கேனிங் பண்ணி தான் உள்ளே அனுப்புகிறோம். அதே மாதிரி டிக்கெட் எடுக்கிறதுக்கு முன்னாடி அவங்க ஹேண்டை வந்து சானிடைசர் கொண்டு எல்லாம் இது பண்ணிட்டு தான் ஆஃப்டர் சானிடைசிங் ஒன்லி வேறு அலோவிங் இன்சைட் தி கார்டன். அதே மாதிரி உள்ளே வந்து சோசியல் டிஸ்டன்சிங் வந்து கண்டிப்பாக ஃபாலோ பண்ணி ஆகணும். அதே மாதிரி மாஸ்க் வந்து கண்டிப்பாக போட்டிருக்கணும். இந்த கவர்மெண்ட்டோட இந்த இதெல்லாம் ரூல்ஸ் எல்லாம் ஃபாலோ பண்ணல அப்படின்னா ஃபைன் கூட நாங்கள் கலெக்ட் பண்ணுறோம். அதனால் உள்ளே வரவங்க வந்து இதை கண்டிப்பாக ஃபாலோ பண்ணுறது நாங்கள் தோட்டக்கலைத்துறை மூலமாக பணிவுடன் കേട്ടുകൊള്ളുന്നു. ഓക്കെ. അപ്പോൾ സാർ തന്ന ഇൻഫർമേഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഫൈനൽ ഇപ്പോൾ എല്ലാം ആക്റ്റീവാണ്. അപ്പോൾ ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും കൊറോണയ്ക്കെതിരായിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും നിർബന്ധമായിട്ടും പാലിക്കണം. അത് തെറ്റിക്കുന്നവർക്ക് ചെറുതായിട്ട് ഫൈൻ കളക്ട് ചെയ്യണ ഒരു സാഹചര്യം പോലുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ സാർ താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മൾ സാറെ കണ്ട് സംസാരിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടുന്ന് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗാർഡൻ്റെ അകത്താണുള്ളത്. ഗാർഡൻ്റെ അകത്ത് നിന്ന് നമ്മൾ പുറത്തിറങ്ങി ഇനിയിപ്പോൾ നമുക്ക് ഗാർഡൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ ഒക്കെ ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വരാം. എല്ലാ പ്രിക്കോഷൻസും പാലിച്ചാൽ മതി. ഇ പാസ് ഇഷ്യൂസ് ഇല്ല. ഇപ്പോൾ സാറിന് പറഞ്ഞേ കേട്ടല്ലോ, ഇ പാസിൻ്റെ ഇഷ്യൂസ് ഇല്ല. പിന്നെ രജിസ്ട്രേഷൻ മാത്രം, ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. അത് പിന്നെ അല്ലാതെ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളക്ടർ ഓഫീസിൽ നിന്ന് മാനുവലായിട്ട് ചെയ്യേണ്ട ആ സിസ്റ്റം അല്ല. രജിസ്റ്റർ ചെയ്താൽ മതി. അതിൻ്റെ ഒരു ലിങ്ക് വരും. ആ ലിങ്ക് നമ്മൾ SMS ചെക്ക് പോസ്റ്റിൽ കാണിച്ചാൽ ഇങ്ങോട്ട് സുഖമായിട്ട് വരാം. അപ്പോൾ നമ്മൾ ഗാർഡൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വഴിക്ക് ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഒരു കറങ്ങി വരാൻ പറ്റും. ഈ വഴിക്ക് ഇങ്ങനെയും പോയിട്ട് അങ്ങനെ കറങ്ങി ഇപ്പുറത്തേക്കും വരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതായാലും ഈ ഇടത് ഭാഗത്ത് കൂടെ കയറിയിട്ട് അങ്ങ് പോവാണ്. ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന 2 കെട്ടിടങ്ങളും പിന്നെ പഴയകാല യുദ്ധമുഖത്ത് സജീവമായിട്ടുണ്ടായിരുന്ന കുഴലും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഒന്നുണ്ട്, തൊട്ടപ്പുറത്തൊന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഫോറിനേഴ്സൊക്കെ പിന്നെ വിസിറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. കണ്ട ആ 2 പേര് പോകുന്നു, അതൊക്കെ ഫോറിനേഴ്സാണ്. അപ്പോൾ കൊറോണ പ്രിക്കോഷൻസ് പാലിക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങനെ അങ്ങ് പോവാം. ഇതുവഴി അങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ടിപ്പുറത്ത് ഇവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. ഗ്ലാസ് ഹൗസ് കൂടാതെ അവിടെ കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇത്. പിന്നെ ഇവിടെ ഇപ്പുറത്തെ ഈ ഭാഗത്തേക്ക് ഒരു മിഡോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. നമുക്ക് ഗ്ലാസ് ഹൗസ് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ പോകാം. അതുകൊണ്ട് ഇതൊക്കെ വെറൈറ്റി പൂക്കളാണ്. ഒരു ഗ്ലാസ് ഹൗസ് ആ ഭാഗത്തേക്ക് അപ്പുറത്തേക്കുണ്ട്. ആ ഭാഗത്തേക്ക് ഇതൊരു ഗ്ലാസ് ഹൗസാണ്. ഇതിൻ്റെ അകത്തും പൂക്കൾ തന്നെയാണ്, എല്ലായിടത്തും പൂക്കൾ തന്നെയാണ്. ബൊട്ടാനിക്കൽ ഗാർഡൻ ആയതുകൊണ്ട്. പിന്നെ മറ്റുള്ള മറ്റു നമ്മളിതിന് മുമ്പ് കണ്ട പാർക്കുകളൊക്കെ അപേക്ഷിച്ച് ഇവിടെ മരങ്ങൾ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അത് വേറൊരു പിന്നെ ഒരു ഭംഗിയാണ് ഇവിടുത്തെ. പിന്നെ ബാക്കിയൊക്കെ മിഡോസാണ്. മിഡോസ് പുല്ലിലേക്ക് അങ്ങനെ നമ്മൾ കയറി നടക്കാൻ പാടില്ല. നമ്മൾ ഈ ഫുട്പാത്തിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. ഇവിടെ എല്ലാം വെറൈറ്റീസ് പൂക്കളാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പറഞ്ഞ പോലെ എല്ലാം, അതായത് ഈ ബൊട്ടാനിക്കൽ ഗാർഡനിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇപ്പോൾ ആക്റ്റീവിലാണുള്ളത്. പക്ഷെ ആ ഒരു സീസണിൻ്റെ ഒരു പൊലിവ് ഇല്ല കേട്ടോ. സീസണിൻ്റെ ഒരു പൊലിവില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ടുണ്ടാവുള്ളൂ ഇത് ഓപ്പൺ ആയിട്ട്. അപ്പോൾ നമ്മളുണ്ടോ അപ്പുറത്തേക്കൊക്കെ അതിൻ്റെ തൊഴിലാളികളൊക്കെ ഇഷ്ടംപോലെ പോണതാണ്. ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് അവരൊക്കെ.
ഇതിപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ ഇതാണ് ഇവിടുത്തെ പ്രധാന ഗ്ലാസ് ഹൗസ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ പൂക്കൾ കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ഗ്ലാസ് ഹൗസ്. ഇതിൻ്റെ അകത്ത് മൊത്തം പൂക്കളാണ്. നിങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ് ആണ്? ഫോട്ടോഗ്രാഫേഴ്സ് സ്പോട്ട് ഓക്കെ. ഇത് രണ്ടുപേരും ഇവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സ് ആട്ടോ. നമ്മൾ മറ്റേ പാർക്കിൽ കണ്ടല്ലോ, അതേപോലെ നമ്മൾ സ്പോട്ടിൽ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. 100 rupees ചാർജ്. 100 rupees A4 സൈസ്. അതേ തന്നെ A4 സൈസ് 100 rupees. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കണ്ടോ, ഇതാണ് ഇവിടുത്തെ പൂക്കൾ. ഓക്കെ, ഇവിടെ പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാറ് അവിടുന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ എല്ലാം ആക്റ്റീവാണ്. എല്ലാ വെറൈറ്റീസ് ഓഫ് പൂക്കളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതെല്ലാം ആക്റ്റീവാണ്. സെൻട്രൽ മധ്യഭാഗത്ത്, ഈ കെട്ടിടത്തിൻ്റെ തൊട്ട് മധ്യഭാഗത്ത് കണ്ടോ പൂക്കൾ, ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കൂമ്പാരം പോലുള്ള ഒരു പൂക്കളുടെ ഒരു കൂട്ടം ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് മേൽക്കൂര ഗ്ലാസ്സാണ് മൊത്തം. ഇങ്ങനെ അങ്ങ് പോവാം. പിന്നെ ചെടികൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇതൊക്കെയാണ് ഊട്ടിയിലെ ബൊട്ടാനിക്കൽ ഗാർഡനിലെ പ്രധാന കാഴ്ചകൾ എന്ന് പറയുന്നത്. ഉണ്ടോ, എല്ലാം പൂക്കളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ. അപ്പോൾ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഇതിന് മുമ്പിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ്. പക്ഷെ നമുക്കൊന്ന് ലൈറ്റ് ഫെയിലറായി പോയി. മഴക്കാർ മൂടിയിട്ട് മഴ ചാറുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷെ ഭയങ്കര ഇരുട്ടായിപ്പോയി. സമയം ഏകദേശം ആയി, വൈകിട്ടായി തുടങ്ങി. അപ്പോൾ അതിൻ്റേതായൊരു 5 മണി കഴിഞ്ഞു, 5:15 കേട്ടോ. ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറങ്ങി അങ്ങനെ മുകളിലൂടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ കാട്ടിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ മടങ്ങി തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഈ മിഡോസിൻ്റെ അപ്പുറത്തേക്ക് വരാൻ പറ്റും. കുറച്ച് പുറത്ത് വരുമ്പോഴേ ഇവിടെ സെയിൽസ് കൗണ്ടർ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെടികൾ ഇഷ്ടപ്പെടുന്ന ചെടിയുടെ ആരാധകരുണ്ടല്ലോ, അവർക്ക് ആർക്കെങ്കിലും ചെടികൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതാണ് അതിൻ്റെ സെൻറ്റർ. ഓക്കെ, സെയിൽസ് കൗണ്ടർ. നമുക്ക് വേണ്ട ചെടികൾ ഇവിടുന്ന് മേടിക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ, പക്ഷെ അതൊക്കെ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇവിടെ ഒന്ന് ബന്ധപ്പെടാം കേട്ടോ. ഗാർഡൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. കണ്ടോ, ഇതാണ് അതിൻ്റെ ധനോദ സെയിൽസ് കൗണ്ടർ, ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ, ഇതിന് മുമ്പിലേക്കുള്ള കാഴ്ച കണ്ടോ ഗൈസ്, അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇതാണ് ഗാർഡൻ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതാണ്. ഇപ്പോൾ കൊറോണ മാത്രമില്ലായിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നൊരു സ്ഥലമായിരിക്കും ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ. ഓക്കെ, ബൊട്ടാനിക്കൽ ഗാർഡൻ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു പാർക്കാണ്. ഊട്ടിയിൽ വരുന്നവരൊക്കെ ആദ്യമായിട്ട് ഓടി വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നൊരു സ്ഥലമാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ഒരു കുളം ഉണ്ട് കേട്ടോ അവിടെ. കുളത്തിൽ മുതലുണ്ടോ? കുളത്തിലൊന്നുമില്ല, കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ വളരെ പഴയ ഒരു പാർക്കാണ് കേട്ടോ ഇത്. അതായത് 1848 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ നൂറ്റാണ്ടുകൾ പിന്നിട്ട ഒരു ഗാർഡനാണ്. പിന്നെ ഏരിയ എന്ന് പറയുന്നത് മൊത്തം ഒരു 55 ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ ഈ പാർക്ക് ഉള്ളത് കേട്ടോ. നമ്മൾ ഗാർഡനിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ ഫോട്ടോസ്, ഗാർഡൻ വിസിറ്റ് ചെയ്ത ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. അതിലൊക്കെ ഉണ്ടാവും ഈ മാപ്പ്. ഈ മാപ്പിൻ്റെ മുമ്പിൽ വന്നിട്ട് കുറേ പേര് ഫോട്ടോ എടുക്കും. നമുക്ക് ഇവിടെ എന്താണൊരു പ്രശ്നം എന്നറിയോ? ശ്വാസം കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. ശ്വാസം കിട്ടില്ല. അതായത് നമ്മൾ ഭയങ്കര തണുപ്പാണ്, ടെമ്പറേച്ചർ കുറവാണ്, ഓക്സിജൻ്റെ അളവ് കുറവാണ്, നമ്മൾ വളരെ ഉയരത്തിലാണ്. അതിന് കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ശ്വാസം തിങ്ങും. ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ മരങ്ങൾ. ഇത് ഇവിടുന്ന് മറ്റൊരു സ്പോട്ടാണ്. ഇവിടുന്ന് മുകളിലേക്ക് കയറി അങ്ങനെ അങ്ങ് പോവാം. പിന്നെ ഇങ്ങോട്ട് ഇവിടെ ഈ ഭാഗത്തേക്ക് അങ്ങനെ കറങ്ങി വരാൻ പറ്റും. ഇതുണ്ടല്ലോ, ഇവിടെ എല്ലായിടത്തും ഈ വാർണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ടാവും. ദയവ് ചെയ്ത് ഉള്ളിൽ നുളയാതിയர்கள், പ്ലീസ് ഡോണ്ട് എൻ്റർ ഇൻസൈഡ് ദി മിഡോസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പിട്ട് കയറി കഴിഞ്ഞാൽ, ഷൂവൊക്കെ ഇട്ട് കയറി കഴിഞ്ഞാൽ ഈ പുല്ല് വന്നിട്ട് നശിച്ചു പോകും.
അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് അവർ ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി പോണ കണ്ടു കഴിഞ്ഞാൽ തടയും. ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട്, നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാം. പിന്നെ മുകളിലൂടെ കയറി ആ ഭാഗത്തൂടെ അങ്ങനെ നടന്ന് അങ്ങനെ അപ്പുറത്തേക്കൊക്കെ പോവാം. ഇതൊക്കെയാണ്, ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ ട്രക്ക് ചെയ്ത് ഇങ്ങനെ കയറിയൊക്കെ പോയി വരാൻ പറ്റും കേട്ടോ. പിന്നെ മുകളിലേക്ക് കുറച്ചങ്ങനെ കയറി ഇങ്ങനെ ട്രക്ക് ചെയ്ത് പോയിട്ടൊക്കെ വരാൻ പറ്റും. ശരി, ഏതായാലും നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് കയറിയിട്ട് അവിടെ നിന്നുള്ള ആ വ്യൂ ഒന്ന് കാണാം. ഗാർഡൻ്റെ ഏകദേശം ഒരു വ്യൂ ഒക്കെ കിട്ടുമല്ലോ, അതൊന്ന് കാണാൻ പറ്റും, നോക്കാം. നടക്കാനാണ് കഴിയാത്തത്, ശ്വാസം കിട്ടാത്ത പ്രശ്നമേ ഉള്ളൂ. തണുപ്പും ഓക്സിജൻ്റെ കുറവും. അവിടെ മേലൊരു ഏതുണ്ട്, ഒരു വ്യൂ പോയിൻ്റ് പോലെ ചെറിയൊരു കൂര കെട്ടി വെച്ചിട്ടുണ്ട്. ആ കൂരക്കകത്ത് കയറിയിട്ട് നമുക്ക് അവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെ ഉണ്ടോയെന്ന് നോക്കാം. ഊട്ടിയിൽ ഹിഡൻ സ്പോട്ടുകളൊക്കെ കാണിക്കുന്ന പറഞ്ഞിട്ട് ഇതാണ് കാണിക്കുക എന്ന് വിചാരിക്കരുത്. പിന്നെ നമ്മളതൊക്കെ കാണിക്കും. ഇപ്പോൾ നമ്മൾ വന്നിട്ട് നമുക്ക് ആദ്യം ഊട്ടിയിൽ ഫേമസ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ഊട്ടിയുടെ ജീവിതങ്ങളിലേക്കും ഊട്ടിയിലെ ഹിഡൻ സ്പോട്ടിലേക്കൊക്കെ നമ്മൾ പോകും. നടന്നൊരു പരുവാകും, അതാണിപ്പോൾ ഒരു പ്രശ്നം. നടക്കാൻ കഴിയുന്നില്ല, തണുപ്പ് നമുക്ക് ശ്വാസം കിട്ടുന്നില്ല. അതാണ് നമുക്ക് കയറേണ്ടത്. അധികം കയറ്റം നല്ല കയറ്റമാണ്. കയറി വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ കാടാണ്, നല്ല കൂറ്റൻ മരങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇരിക്കാനുള്ള സംഭവങ്ങളും ഉണ്ട്. കൊറോണയുടെ ടൈം അല്ലായിരുന്നെങ്കിൽ എത്തും ജനം ഉണ്ടാവുന്ന സ്ഥലമുണ്ടെന്ന് പറയും. അപ്പോൾ ആ മിഡോസിൽ മാത്രം കുറച്ച് ആൾക്കാരെ കാണാം. മലയാളീസ് കുറവാണ്, കേരളക്കാർ കുറവാണ്. കേരളക്കാർ കുറവാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടുത്തെ ചെടിയൊക്കെ കെട്ടി വെച്ചിരിക്കും കേട്ടോ, കമ്പിയൊക്കെ വെച്ചിട്ട്. ഇതിൻ്റെ അകത്തതാണ് കാഴ്ച കേട്ടോ. വല്ല പാമ്പും പറ്റിപ്പിടിച്ച് കിടപ്പുണ്ടാവും, വേണ്ട. ദേ ബീരങ്കി കുറച്ച് സ്ഥലം കാണും. കയറിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ട്രക്ക് ചെയ്ത് കുറച്ച് കയറി കഴിഞ്ഞാൽ തനിച്ചിരിക്കാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആരുടെയും ശല്യമൊന്നുമില്ലാതെ അടിപൊളിയായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും, സമയം കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഷക്കാരെയും കാണാൻ പറ്റും. പക്ഷേ മലയാളീസ് വളരെ കുറവാണ് കേട്ടോ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലഗിരി വഴി കടന്നു വരുന്നതിൽ ചെറിയൊരു ഗൂഡല്ലൂർ വഴി നീലഗിരിയിലേക്ക് പ്രവേശിക്കുന്നതിൽ ചെറിയൊരു പിന്നെ കൺഫ്യൂഷൻ ഉണ്ട്. അവിടെ ചെക്ക് പോസ്റ്റിൽ ചെറിയ ഇഷ്യൂസാണ്. പക്ഷേ ഈ ഊട്ടിയിലേക്ക് തമിഴ്നാട്ടിലോട്ടുള്ള മറ്റുള്ള വഴികളിൽ വരുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഹിന്ദിക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ വേറെ ലാംഗ്വേജ് ആന്ധ്രാപ്രദേശുകാരൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവരൊന്നും വരുന്നത് ഗൂഡല്ലൂർ വഴി അല്ലാത്തതുകൊണ്ട് അവർ ഇതൊക്കെ വന്ന് കണ്ടിട്ട് പോകുന്നു. ഗൂഡല്ലൂർ കേരളത്തിൽ നിന്ന് കൂടുതൽ ആളുകൾക്കും നമ്മൾ ഈ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ ഗൂഡല്ലൂർ വഴി വരുന്നതുകൊണ്ടാണ് വിഷയം. അവിടെയാണ് ചെറിയൊരു പ്രശ്നം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളവിടെ അന്വേഷിച്ച് ഇത് വെച്ച് നോക്കുമ്പോൾ അത് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇന്ന് മുതൽ വളരെ ഫ്രീ ആണെന്ന് പറഞ്ഞ് ഒരു 15 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് എല്ലാ നിയന്ത്രണങ്ങളും എടുത്ത് കളയും എന്ന് അവർ പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ വരുമ്പോൾ ഈ കോവിഡിന് ഉള്ളൊരു പ്രിക്കോഷൻസൊക്കെ പാലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരും അതൊന്നും പാലിക്കണ പോലെ ഒന്നുമില്ല. നിങ്ങൾ വരുന്ന ദിവസങ്ങൾക്ക് കൂടുതൽ അത് ഫ്രീ ആവാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ കയറി ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടു. നമ്മൾ മറ്റേ ഗാർഡനിൽ പോയല്ലോ, ആ ഗാർഡനിലും ഈ ഗാർഡനെ ശരിക്കും വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ മരങ്ങളാണ് കേട്ടോ. കാരണം മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്തൂടെ വരികയാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് തണൽ തരുന്ന മരമാണ്, വിശ്രമിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ്. ജസ്റ്റ് 40 രൂപ ടിക്കറ്റ് കൊടുത്ത് അകത്ത് കയറി സമയം ചിലവഴിക്കാം. കാലത്ത് കയറി വൈകിട്ട് ഇറങ്ങിപ്പോയാൽ മതി. പൂച്ചെടികളൊക്കെ താല്പര്യമുള്ളവർക്ക് അതൊക്കെ മേടിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ മിഡോസാണ്. നമ്മൾ മിഡോസിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ മിഡോസിൻ്റെ അകത്ത് പ്രവേശിക്കാം. ഇപ്പോൾ ഇവിടെ വന്നവരൊക്കെ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ഈ മിഡോസ്. ഞാൻ കടന്നു.
രൂപം കാണാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദകമണ്ഡലം ഫ്ലവേഴ്സ് ഫെസ്റ്റിവൽ എന്താണ് കോമറേറ്റീവ് സെറിമണി പില്ലർ 1896 മുതൽ 1995 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ജയലളിത ഇവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഒരു 100ാം വാർഷികം ആഘോഷിച്ചു. 100ാം വാർഷികം ആഘോഷിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 100ാം വർഷം ആഘോഷിച്ചതിൻ്റെ ഒരു മെമ്മോറിയലാണ് ഈ ഇത്. സ്പെല്ല് ലെറ്റർ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കറിയാം, ജെ. ഗൈസ്, മിഡോസ് കണ്ടാൽ ഇരുന്നാൽ പോരാ, അതിലിങ്ങനെ കിടക്കണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. രസത്തിന് കിടന്നതല്ല കേട്ടോ, കുറേ നടന്നില്ലേ, ഒരുപാട് ടയേർഡായി. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് കടന്നതാണ്. നമ്മൾ ഇവിടെ ഊട്ടിയിലേക്ക് വരുമ്പോൾ ഇവിടെ കിടന്ന് കുറേ കുത്തിമറിയായിരുന്നു, പുല്ലുകളെ കടന്ന് കുത്തിമറിയും. പിന്നെ ഈ ബലൂണ് കച്ചവടക്കാരൊക്കെ ഉണ്ടാവും ഇവിടെ, അപ്പോൾ അവരുടെ നിന്ന് ബലൂണ് മേടിക്കും, എന്നിട്ട് ബലൂണായിട്ടേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിങ്ങനെ തട്ടി കളിക്കും. നല്ല രസമായിരുന്നു. ചെന്നൈയിൽ നിന്ന് വന്ന കേട്ടോ, ചെന്നൈയാണ് ഇവരുടെ സ്ഥലം. ചെന്നൈ ഉണ്ട്, പിന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്നൊക്കെ അവിടെ ആളെത്തിയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഇ പാസ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ട്. ഇവർ ഇ പാസ് ഇന്നലെ അപ്ലൈ ചെയ്ത് അപ്പോൾ തന്നെ അപ്രൂവൽ വന്നു. ഇ പാസ് എടുത്ത് അവർ ഊട്ടിയിൽ വന്നു, ഇതാ എൻജോയ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോളേ ഗാർഡൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ നമ്മൾ ആ ചെന്നൈ ടീമിനെ കണ്ടല്ലോ, അതിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്നൊക്കെ വന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെ കോൺടാക്റ്റൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ RK ബ്രോ എന്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകണ്ടേ, നമ്മൾ പിന്നെ കപ്പൽ കയറി അന്തമാനിലേക്കൊക്കെ പോകാനുള്ളതല്ലേ. അപ്പം നമ്മൾ അവിടുത്തെ ഒരു കോണ്ടാക്റ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഗാർഡനിൽ നിന്ന് പുറത്തിറങ്ങിയ അവസാനത്തെ ഒരു തിരിഞ്ഞു നോട്ടാണത്. ഓക്കെ, ബൈ. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിരുന്നല്ലോ തോടർ വിഭാഗം, അതായത് ഈ നീലഗിരി മലയിലെ ഒരു ഗോത്ര വിഭാഗക്കാരായിട്ടുള്ള ഒരു വിഭാഗമാണ് തോഡാസ് എന്ന് പറയും. അവർ താമസിക്കുന്ന ഹട്ടുണ്ടല്ലോ, അത് പ്രതീകാത്മകമായിട്ടുള്ള അങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കാണാൻ വേണ്ടിയിട്ടാണ്. അത് കൂടാതെ പഴമയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പഴയ കെട്ടിടങ്ങൾ, പഴയ കാലത്തെ ബ്രിട്ടീഷുകാരുടെ കേന്ദ്രമായിരുന്നല്ലോ അത്. അതായത് മദ്രാസി കഴിഞ്ഞാൽ അവർക്ക് നേരിട്ടുള്ള കണക്ഷന് ഉണ്ടായിരുന്നൊരു ഹിൽ സ്റ്റേഷനായിരുന്നു ഉദകമണ്ഡലം. അന്ന് അവർക്കിവിടെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളോ മറ്റൊക്കെ ആയിരിക്കും. പക്ഷേ പെയിൻ്റൊക്കെ അടിച്ച് മിനുക്കി ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ 2 ബീരങ്കിയും. ഇതാണ് എൻട്രൻസ്, അതിൻ്റെ അപ്പുറത്തേക്ക് എൻട്രൻസ് കവാടം. അപ്പോൾ നമ്മൾ ഗാർഡൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൊട്ടാനിക്കൽ ഗാർഡൻ. നമ്മളിനി നെക്സ്റ്റ് എപ്പിസോഡുകളിൽ അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകും. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് പുറത്തുള്ള കച്ചവടം സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആദ്യമൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോൾ ജനങ്ങൾ വരാത്തതിൻ്റെ കാരണം കൊണ്ട് ഇപ്പോൾ ഇവിടെ 1-2 കടകളൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ എത്രയും താമസിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം കൂടി വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഊട്ടിയിൽ വന്നാലേ കഴിക്കാതെ പോകാൻ പാടില്ല ഈ ചോളം. ഇതെവിടെ ഉണ്ട്, ദിസ് ഈസ് ചോളം. ഇത് കടല. 2 ചൂടാണ്, തണുപ്പിന് നന്നായിട്ടുണ്ടാവും കഴിച്ചാൽ. ഇതൊക്കെ കഴിച്ചിട്ട് ഇരുന്ന് വിശ്രമിക്കുകയാണ്. ഓക്കെ, നമുക്കൊന്ന് ഓർഡർ ചെയ്താലോ. കാമിങ് എന്നാണ് പண்றீங்க? ഇതുകൊണ്ട് അത് വെള്ളം തിളപ്പിച്ച് അതിൻ്റെ അകത്ത് വെക്കുന്നു, ചൂടുവെള്ളം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പുറം സോഫ്റ്റാ തന്നെ പോடுறீங்க. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ, സോഫ്റ്റും അല്ല സാൾട്ട് ആൻഡ് സോഫ്റ്റും പിന്നെ സാൾട്ട് ആൻഡ് ഹാർഡും അല്ലേ. 2 ടൈപ്പ്. ഇത് എപ്പിங்க? നാട്ടു സോളം. வா, இது அமெரிக்காவா? அப்படி பேரு இல்லாத അമേരിക്കയിൽ നിന്ന് വരതില്ല. ഇതാണ് ആ സംഭവം കേട്ടോ. ഇതൊന്നും ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നമ്മുടെ ഈ ചോളം എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് വരുന്നത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മേട്ടുപ്പാളയം ചുരം ഇറങ്ങി കഴിഞ്ഞാൽ താഴെ പോയാൽ അന്നൂർ അവനാസി എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ഒരു സാധനമാണിത്. ഇവിടെ അത് ആന്ധ്രയിലൊക്കെ ഉണ്ട്, പക്ഷേ ആന്ധ്രയിൽ നിന്നും ഇങ്ങോട്ട് വരുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട്, അന്നൂർ അവനാസിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് അവിടെ നിന്ന് വരുന്നതാണ് കേട്ടോ സാധനങ്ങൾ.
അപ്പോൾ ഊട്ടിയിൽ വന്നാൽ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ചോളം കണലിലിട്ടിട്ട് ചുട്ടിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഊട്ടിയിലെ മറ്റൊരു വിശേഷമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഊട്ടി വിശേഷങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.